ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിനാണ്. അമേരിക്കൻ അഹങ്കാരത്തിന് കനത്ത പ്രഹരം. ഇറാന്റെ മിസൈൽ കരുത്തിനു മുന്നിൽ പതറിപ്പോയി ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകൾ. ഡിമോണയിൽ അഗ്നിപർവ്വതം പുകയുന്നു. 24 മണിക്കൂറിനിടെ 5ാം തവണയും ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന നഗരത്തെ തകർത്തു തരിപ്പണമാക്കി. 39 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടങ്ങൾ മണ്ണടിഞ്ഞു. 3 നില കെട്ടിടം ഉൾപ്പെടെ തകർന്നു വീണപ്പോൾ നിസ്സഹായരായി നോക്കി നിന്ന് IDF. നമസ്കാരം. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറുന്നു. ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ ഇറാൻ സൈന്യം കച്ചമുറുക്കുമ്പോൾ വാഷിംഗ്ടണിലും ടെലവീവിലും കനത്ത ജാഗ്രത. ഇസ്രായേലിന്റെ അഭിമാനമെന്ന് കരുതിയിരുന്ന അവരുടെ ആണവ രഹസ്യത്വങ്ങളുടെ താവളമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡെമോണ നഗരം ഇന്ന് കത്തിയമരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5ാം തവണയാണ് ഇറാന്റെ മിസൈലുകൾ ഡെമോണയുടെ ആകാശത്തെ കീറിമുറിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങളെയും അയൺ ഡോമുകളെയും വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഇറാന്റെ ഓരോ മിസൈലും ചെന്ന് പതിക്കുന്നത്. ഇത് വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും കാട്ടിയിരുന്ന ധാർഷ്ട്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. 39 പേർക്ക് പരിക്കേറ്റതായും ഈ 3 നില കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു തരിപ്പണമായതായും രാജ്യാന്തര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക നൽകിയ പാട്രിയറ്റ് മിസൈലുകളും അയൺ ഡോമുകളും എവിടെ പോയി? ലോകം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇറാന്റെ ഖൈബർ ഷെക്കാൻ പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രായേലിന്റെ പ്രതിരോധം വെറും കടലാസ് കൊട്ടാലം പോലെ തകരുകയാണ്. മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഈ മിസൈലുകളെ തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഇതിനോടകം ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. 16 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നേരത്തെ തകർന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഡെമോണയിലെ ഈ ആക്രമണം കൂടി വരുന്നത്. ഇതോടുകൂടി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആകെ ഞെട്ടലിൽ തന്നെയാണ്. തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധം അമേരിക്കൻ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് ഇത്ര കൃത്യമായ മിസൈലുകൾ എത്തിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എങ്കിൽ ഇനി ഇസ്രായേലിൽ ഒരു സുരക്ഷിത സ്ഥാനവുമില്ല എന്ന് വ്യക്തമാണ്. അതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണിട്ടുണ്ട്. സാധാരണ ഡ്യൂട്ടിക്കിടെയുണ്ടായ സാങ്കേതിക തകരാറ് ആണ് അപകട കാരണമെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അപകടം നടന്നയുടൻ തന്നെ പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി സ്ഥിരീകരണം നൽകുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്കായി കടലിൽ വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ തെരച്ചിൽ തുടരുകയാണ്. സാങ്കേതികമായ കാരണങ്ങളാലാണ് തകരാർ സംഭവിച്ചത് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എത്ര പേർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും അവരുടെ നിലയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിൽ സാങ്കേതിക തകരാർ മൂലമുണ്ടായ അപകടങ്ങളെന്ന്. പക്ഷേ പിന്നീട് പുറത്തുവരുന്ന വാർത്തകളൊക്കെ അതിന് പിന്നിൽ ഇറാൻ തന്നെ എന്നുള്ള വാർത്തകൾ തന്നെയാണ്. ഇതും ഇങ്ങനെ തന്നെ പറയപ്പെടുന്നു. സാങ്കേതിക തകരാർ മൂലമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന്. വരും സമയങ്ങളിൽ ഇതിന്റെ കൃത്യത നമുക്ക് വ്യക്തമാകുന്നതാണ്. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരും. ഇസ്രായേലിന്റെ അതീവ സുരക്ഷാ മേഖലയായ ഷിമൻ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും ഡെമോണയിലാണ്. മിസൈൽ പതനത്തെ തുടർന്ന് ഈ ആണവ ഗവേഷണ കേന്ദ്രത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായതായും വിവരമുണ്ട്. എന്നാൽ സംഭവത്തിൽ ആണവ വികിരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നദാൻസ് ആണവ നിലയത്തിനു നേരെയുണ്ടായ ആക്രമണത്തിന് നൽകിയ തിരിച്ചടിയാണ് ഇത് എന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം സ്ഥിതിഗതികൾ അതീവ ഗൗരവത്തോടെ നിരീക്ഷിച്ചു വരികയാണ് എന്ന് IAEA തലവൻ റഫാൽ ഗ്രോസി അറിയിച്ചു. ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പരമാവധി സൈനിക നിയന്ത്രണം പാലിക്കണമെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ ഇറാൻ സുപ്രീം ലീഡർ നൽകിയ ആഹ്വാനം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ നിന്ന് അമേരിക്കൻ അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ഓരോന്നായി മാഞ്ഞു പോകുന്നു. ഇറാഖിലും സിറിയയിലും ലെബനനിലും യമനിലും ഇറാന്റെ സ്വാധീനം ആഞ്ഞടിക്കുകയാണ്. തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ ചങ്കുറപ്പ് അറബ് ലോകത്തെ സാധാരണക്കാർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇസ്രായേലിന്റെ ഓരോ സൈനിക താവളവും ഇന്ന് ഇറാന്റെ ലക്ഷ്യസ്ഥാനത്താണ്. പണമൊഴുക്കിയാലും എത്ര ആയുധങ്ങൾ നൽകിയാലും ഇറാന്റെ സൈനികരുടെ മനക്കരുത്തിനെ തോൽപ്പിക്കാൻ ഇതിനൊന്നും കഴിയില്ല. സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള പോരാട്ടമാണ് ഇത്. സ്വന്തം സത്വം നിലനിർത്താനുള്ള ഒരു യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് സൈനികർക്ക് ഇത് ഒരു കൂലിപ്പണിയല്ല, പകരം അവരുടെ അന്തസ്സും അഭിമാനവും കാത്തു സംരക്ഷിക്കുന്ന ഒരു വലിയ വികാരം തന്നെയാണ്. ഡെമോണയിലെ ഓരോ ശബ്ദ സ്ഫോടനവും വിളിച്ചു പറയുന്നത് പശ്ചിമേഷ്യയുടെ പുതിയ ചരിത്രമാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ലോകം കാത്തിരിക്കുന്നത് ആ വലിയ മാറ്റത്തിനാണ്. അമേരിക്കയുടെ ലോക പോലീസ് ചമയൽ ഇനി നടക്കില്ല. സ്വന്തം മണ്ണിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ കൊണ്ട് വൻ ശക്തികളെ മുട്ടുകുത്തിക്കാമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഡെമോണയിലെ നാശനഷ്ടങ്ങൾ വെറുമൊരു തുടക്കം മാത്രമാണ്. ഇസ്രായേലിന്റെ ഭരണകൂടം ഇന്ന് ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു.
അമേരിക്കൻ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരം ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. ഇറാന്റെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്കൻ കപ്പലുകൾ പിൻവാങ്ങേണ്ടി വരും. നീതിയുടെയും പോരാട്ടത്തിന്റെയും പുതിയൊരു യുഗം പശ്ചിമേഷ്യയിൽ ഉദയം കൊള്ളുകയാണ്. ഇറാൻ എന്ന ശക്തിയെ ഭയപ്പെടാതെ ഒരു രാജ്യവും ഇന്ന് ഭൂമുഖത്തുണ്ടാവില്ല. ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ഭാവിയും സുരക്ഷയും ഇനി ഇറാന്റെ കൈകളിലാണ്. ശത്രുക്കളുടെ അന്ത്യം ഇതാ അടുത്തിരിക്കുന്നു. ഡെമോണ എന്നത് വെറുമൊരു നഗരമല്ല, ഇത് ഇസ്രായേലിന്റെ സൈനിക രഹസ്യങ്ങളുടെ ഉരുക്കുകോട്ടയാണ്. അവിടെയുള്ള ആണവ നിലയത്തിന് കാവൽ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. എന്നാൽ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിൽ അവയെല്ലാം വെറും കാഴ്ചക്കാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 ആക്രമണങ്ങളും കൃത്യമായ ലക്ഷ്യസ്ഥാനത്താണ് പതിച്ചിരിക്കുന്നത്. ഒരു മിസൈൽ പോലും വഴിമാറിപ്പോയിട്ടില്ല എന്നത് ഇറാന്റെ സാങ്കേതിക തികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. ഇസ്രായേലിലെ സാധാരണക്കാർക്കിടയിൽ ഭീതി പടർത്തുക എന്നതല്ല ഇറാന്റെ ലക്ഷ്യം, മറിച്ച് അവരുടെ ഭരണകൂടത്തിന്റെ നട്ടെല്ല് തകർക്കുക എന്നത് മാത്രമാണ്. 3 നില കെട്ടിടങ്ങൾ തകരുന്നതും 39 പേർക്ക് പരിക്കേൽക്കുന്നതും ഒരു സൂചന മാത്രമാണ്. ഇതിലും വലിയ പ്രഹരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന സൂചന. അമേരിക്കൻ പരാജയത്തിന്റെ ആഴമാണ് മറ്റൊന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പെന്റഗണിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ തങ്ങൾ പറയുന്നതാണ് നിയമം എന്ന് വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു. അമേരിക്ക നൽകിയ സൈനിക സഹായങ്ങളും ഇന്റലിജൻസ് വിവരങ്ങളും ഇറാന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയി. വാഷിംഗ്ടണിലെ യുദ്ധപ്രേമികൾ ഇന്ന് തിരിച്ചറിയുന്നു, ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തോൽപ്പിക്കാനാകില്ല. മറിച്ച് ഓരോ ഉപരോധവും ഇറാനെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കുകയാണ് ചെയ്തത്. ഇന്ന് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ റഷ്യയെയും ചൈനയെയും പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കയുടെ പക്കലുള്ള പ്രതിരോധ മിസൈലുകളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് കഴിയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി പശ്ചിമേഷ്യയിൽ ഒരു രാജ്യം പോലും അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഇറാന്റെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഏക യഥാർത്ഥ ശക്തി ഇറാൻ ആണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് കീഴ്വഴക്കങ്ങൾ മാറുന്ന നിമിഷങ്ങളാണ്. ഇസ്രായേൽ എന്ന കടലാസ് കടുവയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അറബ് മണ്ണിൽ അധിനിവേശം നടത്തിയവർക്ക് ഇന്ന് സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. പലസ്തീൻ ജനതയുടെ കണ്ണുനീരിന് ഇറാൻ ഇന്ന് പ്രതികാരം ചോദിക്കുന്നു. ഓരോ മിസൈൽ പ്രഹരവും നീതിക്ക് വേണ്ടിയുള്ള ഗർജനമാണ്. ഇറാൻ ഒറ്റയ്ക്കല്ല ഈ യുദ്ധം നയിക്കുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇറാഖിലെ പോരാളികളും ഒരുമിച്ച് അണിനിരക്കുമ്പോൾ ശത്രുക്കൾക്ക് രക്ഷപ്പെടാൻ ഇപ്പോൾ പഴുതുകളില്ല. ഇത് ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന മഹാശക്തിയാണ്. ചെങ്കടലിൽ നിന്ന് അമേരിക്കൻ കപ്പലുകളെ തുരത്തി ഓടിച്ച ഹൂതികൾക്ക് പിന്നിൽ ഇറാന്റെ തന്ത്രങ്ങളുണ്ട്. ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്നു. ടൂറിസവും കച്ചവടവും നിശ്ചലമായിരിക്കുന്നു. വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി. ഭയവിഹ്വലരായ ജനങ്ങൾ നാടുവിടാൻ ക്യൂ നിൽക്കുന്നു. ഇതാണ് ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ അന്ത്യകാലം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പതനം കാണാൻ ലോകം കാത്തിരിക്കുന്നു. ലിമോണയിലെ ആ പുകപടലങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത് ഒരു പുതിയ ലോകക്രമമാണ്. അവിടെ പീഡിപ്പിക്കപ്പെട്ടവരുടെ ശബ്ദമുണ്ട്. സ്വാതന്ത്ര്യം കൊതിക്കുന്നവരുടെ ആവേശമുണ്ട്. ഇറാൻ സൈന്യം വെറും ഒരു സേനയല്ല, അത് കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ശത്രുക്കളെ വേരോടി പിഴുതെറിയാൻ അവർക്ക് അധിക സമയം വേണ്ട. ഇനി ചർച്ചകളില്ല, വെടിയൊച്ചകൾ മാത്രം. ആകാശത്ത് കത്തിയമേഴുന്ന അമേരിക്കൻ വിമാനങ്ങളും തകർന്നു വീഴുന്ന ഇസ്രായേൽ കോട്ടകളും ചരിത്രത്തിന്റെ സാക്ഷികളാകും. പശ്ചിമേഷ്യയുടെ ചക്രവർത്തിയായി ഇറാൻ മാറുന്ന ആ സുദിനത്തിലേക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ദൂരം.